ഹലോ എവ്രിവൺ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. തംബ്നെയിൽ കണ്ടപ്പോഴേ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മളൊരു സിമ്പിൾ ബുക്ക് മാർക്കാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. ഷോർട്ട്സ് ആയതുകൊണ്ട് തന്നെ അധികമൊന്നും ആ ഒരു വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാനൊരു വലിയ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം കട്ടിയുള്ളൊരു പേപ്പറാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഞാൻ അതിൽ പെൻസിൽ യൂസ് ചെയ്തിട്ട് മാപ്പിൾ ലീഫ് വരച്ചു കൊടുക്കുന്നുണ്ട്. നേരിട്ട് എന്തായാലും ഈ ഒരു ലീഫ് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് അത്യാവശ്യം ഈ ഒരു ലീഫ് ഇഷ്ടമാണ്. ഈ ഒരു ലീഫിൻ്റെ ആ ഒരു സ്ട്രക്ചറും വെയിൻസും പിന്നെ കളറും ഒക്കെയാണ് എന്നെ ഇതിലോട്ട് അട്രാക്ട് ചെയ്യുന്നത്. ഈ ഒരു ലീഫ് ഇഷ്ടമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മാപ്പിൾ ലീഫിൻ്റെ ഇമോജി കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഏകദേശം വെയിൻസ് ഒക്കെ വരച്ച് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഡോംസിൻ്റെ ബ്രഷ് പെൻ യൂസ് ചെയ്തിട്ട് ഒന്ന് കളർ കൊടുക്കാം. ആ കൈൻഡ് ഓഫ് യെല്ലോ കളർ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ലീഫിന് കളർ കൊടുക്കുന്നത്. അതും ഒരുപാട് സാറ്റിസ്ഫൈയിങ് ആയിരുന്നു ഈ ഒരു ലീഫിന് കളർ കൊടുക്കുന്നത്. ഈ ഒരു വർക്ക് പിൻട്രസ്റ്റ് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഇത് പിൻട്രസ്റ്റിലെ കണ്ടപാടെ തന്നെ എനിക്കിത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചെയ്യാൻ നല്ല മടിയായത് കൊണ്ട് തന്നെ ഒരുപാട് നീണ്ടു വന്നതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി ഇത് ചെയ്തതിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കാരണം റിസൾട്ട് അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. കളർ കൊടുത്തതിന് ശേഷം നാച്ചുറൽ ഓക്ക് കളർ യൂസ് ചെയ്തിട്ടാണ് ഔട്ട്ലൈൻ ഒക്കെ വരച്ചു കൊടുത്തത്. ടച്ച് എന്ന് പറയുന്ന മാർക്കർ സെറ്റിലെ കളറാണിത്. മീഷോയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെയും വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ഒരു മാർക്കർ സെറ്റ് ആവശ്യമുള്ളവർ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ഔട്ട്ലൈൻ ഒക്കെ വരച്ചതിന് ശേഷം നാച്ചുറൽ ഓക്ക് കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വെയിൻസ് ഒക്കെ ഒന്ന് നല്ല രീതിയിൽ ഡീറ്റെയിൽ ചെയ്ത് വരച്ചു കൊടുക്കാം. വെയിൻസ് ഒക്കെ വരച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു ഇത് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിരിക്കുമെന്ന്. എനിക്കിതിൻ്റെ ഒരു കളർ വർക്കിലായിരുന്നു കുറച്ച് ഡൗട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം ഇത്രയും വരച്ചപ്പോൾ സംഭവം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കട്ട് ചെയ്യുന്നത് കുറച്ച് ടാസ്ക് ആയിരുന്നു. നമ്മൾ നേരത്തെ അടിച്ചു കൊടുത്തില്ലേ, ആ കളർ ഒന്നുകൂടി ഒന്ന് മുകളിൽ ഫുള്ള് അടിച്ചു കൊടുക്കാം. ഇപ്പോഴാണ് ആ ഒരു കളറിന് കുറച്ചുകൂടെ ഒറിജിനാലിറ്റി കിട്ടിയതായിട്ട് എനിക്ക് തോന്നിയത്. ഓക്കെ, ഇനി നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ബട്ടർഫ്ലൈ ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ടും സെയിം കട്ടിയുള്ളൊരു പേപ്പർ തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഹാഫായിട്ട് മടക്കി ബട്ടർഫ്ലൈയുടെ ആ ഒരു ഔട്ട്ലൈനൊക്കെ ഒന്ന് വരച്ചു കൊടുക്കണം. എനിക്ക് തോന്നുന്നത് ഈ ഒരു ചാനലിൽ ഞാൻ ഒരുപാട് ബട്ടർഫ്ലൈസ് മേക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. കുറേ ക്രാഫ്റ്റ് വീഡിയോസിൽ ഞാൻ ബട്ടർഫ്ലൈസ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. കാരണം ബട്ടർഫ്ലൈ ഈസ് മൈ ഫേവറേറ്റ്. അതുപോലെ തന്നെയാണ് മാപ്പിൾ ലീഫും. അപ്പോൾ ഈ ഒരു കോംബോ അത്രയും സ്പെഷ്യൽ ആയിരുന്നു. ബട്ടർഫ്ലൈയുടെ ആ ഒരു ഔട്ട്ലൈൻ വരച്ചതിന് ശേഷം കട്ട് ചെയ്തെടുത്തു. ഇനി ഓറഞ്ച് കളറാണ് ഇതിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. ബട്ടർഫ്ലൈ മേക്ക് ചെയ്യുന്നത് ഷോർട്സിൽ ഞാൻ ജസ്റ്റേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇതിൽ എന്തായാലും ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു ഔട്ട്ലൈനൊക്കെ ഒന്ന് ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് കൊടുത്ത് ബട്ടർഫ്ലൈയുടെ ആ ഒരു ഡീറ്റെയിലിംഗ് ഒക്കെ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാം. ഈ ഒരു ബട്ടർഫ്ലൈയും മാപ്പിൾ ലീഫും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി സംഭവങ്ങളെല്ലാം സിമ്പിളാണ്. കാരണം ഇനി ഇത് രണ്ടും കൂടി ഒന്ന് ഒട്ടിച്ച് വെച്ചു കൊടുത്താൽ മാത്രം മതി. പിന്നെ ഈ ഒരു ചാനലിൽ നടക്കുന്ന ഗീവ് അവേയുടെ കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സോ ഇതുവരെ നിങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ എന്തായാലും ചെന്ന് പങ്കെടുക്കുക. കാരണം വലിയ റൂൾസ് ഒന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ഇട്ടാൽ മാത്രം മതി. നിങ്ങൾ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അത്രത്തോളം ഗീവ് അവേസ് നമുക്ക് നടത്താം. സോ നിങ്ങളിൽ ആരെങ്കിലും പങ്കെടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഗീവ് അവേക്ക് ചേർന്നോളൂ. ഇവിടെ ഏകദേശം ബട്ടർഫ്ലൈയുടെ ഉള്ളിലെ വെയിൻസ് ഒക്കെ വരച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് പെൻ യൂസ് ചെയ്തിട്ട് കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഒറിജിനാലിറ്റി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയൊക്കെയാണ് ആ ഒരു ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്ത് ഡെക്കർ ചെയ്ത് കൊടുക്കുന്നതെന്ന്. ബുക്ക് മാർക്ക് മേക്കിംഗ് ചാലഞ്ച് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വേറെയും ചാലഞ്ച് വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, നമുക്ക് അത് നടത്താം. ആൻഡ് ഫൈനലി ബട്ടർഫ്ലൈ റെഡി ആയപ്പോൾ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് മാപ്പിൾ ലീഫും ബട്ടർഫ്ലൈയും കൂടെ നമ്മളൊന്ന് ഒട്ടിച്ച് ചേർത്ത് വെക്കുന്നുണ്ട്. ബട്ടർഫ്ലൈയുടെ വിങ്സ് ഒക്കെ ഒന്ന് പൊങ്ങിയിരിക്കുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ആയിട്ടുള്ള എസ്തറ്റിക് ബുക്ക് മാർക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായോ ഇല്ലയോ എന്ന് എന്തായാലും കമൻറ്റ് പറയൂ. അപ്പോൾ ബൈ.